ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കണ്ട പോലെ തന്നെ സിവിൽ സർവീസ് നേടണമെങ്കിൽ അല്ലെങ്കിൽ IAS IPS ലക്ഷ്യം വെക്കുന്ന ആളുകൾ അത് നേടിയെടുക്കണമെങ്കിൽ ഒരു ദിവസം എത്ര സമയം വായിക്കണം എന്നുള്ളത് പല ആളുകളുടെയും മനസ്സിലുണ്ടാകുന്നൊരു സംശയമാണ്. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നിങ്ങൾ 20 മണിക്കൂർ പഠിക്കണം, 18 മണിക്കൂർ പഠിക്കണം, 15 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിച്ചാൽ മതി എന്നുള്ളതൊക്കെ പല രീതിയിലും പല തെറ്റിദ്ധാരണകളും നിൽക്കുന്ന ഒരു കാര്യമാണ് എത്ര സമയം പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എത്ര സമയം പഠിക്കണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഇനി എത്ര സമയമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ആ പഠിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു 3 കാര്യങ്ങളും കൂടിയാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പല ആളുകളുടെയും റിക്വസ്റ്റ് പ്രകാരം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട PDF മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ, അതുപോലെ നിങ്ങൾ സംശയങ്ങൾ എപ്പോഴും തീർക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക. അപ്പോൾ അതിലുള്ള നിങ്ങൾക്ക് ഡൗട്ട്സുകൾ തീർക്കാനും അതുപോലെ തന്നെ NCERT മറ്റുള്ള ഫ്രീ ആയി കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പല ആളുകളുടെയും ടോപ്പേഴ്സിൻ്റെ നോട്ട്സുകൾ, മോഡൽ ആൻസർ റൈറ്റിങ്സ്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ കിട്ടും. താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സെൽഫായിട്ട് പഠിക്കുന്നവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ വ്യക്തമായ രീതിയിൽ UPSCയുടെ ട്രാക്കിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അതിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു മെൻറ്ററിങ് പ്രോഗ്രാമാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പറയുന്ന രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ചേരാൻ പറ്റാവുന്ന ഒരു മെൻറ്ററിങ് പ്രോഗ്രാമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഈ സിവിൽ സർവീസ് നേടണമെങ്കിൽ ഒരു ദിവസം എത്ര സമയം പഠിക്കണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ ചിലവഴിക്കുന്നു എന്നല്ല, മറിച്ച് എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. ചില ആളുകൾ, ഉദാഹരണമായിട്ട് ഒരാളുകൾ 16 മണിക്കൂർ ഡെയിലി പഠിക്കുകയാണ്, പക്ഷേ ഓരോ ദിവസവും പഠിക്കുന്നത് ഇന്ന് പഠിച്ചത് എന്താണെന്ന് അവനക്ക് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ വീക്കിൽ പഠിച്ചത് എന്താണെന്ന് അടുത്ത വീക്കിൽ ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് റീകളക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ എക്സാം പേപ്പറിലേക്ക് നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര സമയം പഠിച്ചുകൊണ്ടും കാര്യം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഒരാൾ ഒരു 4, 5, 6 മണിക്കൂറാണ് ഡെയിലി പഠിക്കുന്നത്, പക്ഷെ പഠിക്കുന്നതിനെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയും, അവൻ കുറഞ്ഞ ഏരിയയാണ് പഠിച്ചതെങ്കിൽ കൂടിയും അത് അവനക്ക് കറക്റ്റ് ആൻസർ വരുമ്പോൾ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കായിരിക്കും വിജയം. അപ്പോൾ ഇതിൽ നമ്മളെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ എത്ര സമയം പഠിക്കുന്നു എന്നുള്ളതല്ല, ക്വാണ്ടിറ്റി അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ആണെന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടിറ്റി തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നുള്ളതല്ല, സമയം തീരെ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു ക്വാളിറ്റി സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എത്ര സമയം നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റുമോ എഫക്റ്റീവായിട്ട് അത്രയും നല്ലതാണ്. ഓക്കെ, എങ്കിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് ആ പഠിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് വ്യക്തമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു സമയം ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തമായൊരു പ്ലാനിങ് വേണം എന്നുള്ളതാണ്. അതിൽ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊരു ദിവസം പഠിക്കുമ്പോഴും, ഉദാഹരണം 10 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 8 മണിക്കൂർ പഠിച്ചതിന് ശേഷം അടുത്ത 2 മണിക്കൂർ, ലാസ്റ്റ് 2 മണിക്കൂർ ആ ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ഈ ദിവസം ഞാൻ എന്തൊക്കെ പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഈ വീക്ക് കൊണ്ട് എന്തൊക്കെ പഠിച്ചു തീർക്കണം, ഈ മന്ത് കൊണ്ട് ഞാൻ എന്തൊക്കെ പഠിച്ചു തീർക്കണം എന്നുള്ള വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ആ പ്ലാനിങ്ങിൻ്റെ ബേസിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആ പ്ലാനിങ് നിങ്ങളുടെ ഒരു ടാർഗറ്റ് അനുസരിച്ച് തീർക്കാൻ വേണ്ടത് ഒരു ദിവസം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ പഠിക്കുക. അതേസമയത്ത് ആ ഒരു ടാർഗറ്റ് തീർക്കാൻ ഒരാൾക്ക് ഒരു ദിവസം 6 മണിക്കൂർ മതിയെങ്കിൽ 6 മണിക്കൂർ മതി. എന്നാൽ മറ്റൊരാൾക്ക് അത് 15 മണിക്കൂർ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അയാൾ 15 മണിക്കൂർ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങളൊരു ക്വാളിറ്റി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളൊരു 16 മണിക്കൂറോ 10 മണിക്കൂറോ 8 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ ഡെയിലി പുസ്തകത്തിൽ ഇങ്ങനെ ഇരുന്ന് വായിക്കുക, അതിൻ്റെ കൂടെ മൊബൈലിൽ കളിച്ചിരിക്കുക, മറ്റുള്ള ആളുകൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക, അത്തരത്തിൽ ഒരു എന്താ പറയുക,
നമ്മളൊരു വ്യക്തമായ രീതിയിലല്ല എഫക്റ്റീവായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് പഠിച്ച് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാവരും UPSC നേടിയ പല ആളുകളും ചെയ്യുന്ന കാര്യം, അവർക്ക് ഒരു 8 മണിക്കൂറാണ് ഒരാളൊരു ആവറേജ് പഠിക്കുന്നതെങ്കിൽ അതിലൊരു 6 മണിക്കൂർ വളരെ ക്വാളിറ്റി ടൈം ആയിരിക്കും എന്നുള്ളതാണ്. അത് എപ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ രാവിലെ ഒരു 8 to 10, പിന്നെ ഒരു 10 to 12, അല്ലെങ്കിൽ 8 to 10, പിന്നെ വേണമെങ്കിൽ ഉച്ചവരെ ബ്രേക്ക് ആണെങ്കിൽ എങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൂർ, പിന്നെ രാത്രി ഒരു 2 മണിക്കൂർ, ഇത്തരത്തിലൊരു 6 മണിക്കൂർ ഒരു ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നിങ്ങളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫോണായാലും മറ്റുള്ള ഒരു കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം കിട്ടണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 8 മണിക്കൂറാണ് പഠിക്കുന്നത്, 2 മണിക്കൂർ ഒരു ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടും യൂട്യൂബിൽ നോക്കിക്കൊണ്ടുള്ള പഠനവും അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസ് ഫോണിലൂടെ മറ്റ് ടാബിലൂടെയോ ഒക്കെ വായിച്ചുകൊണ്ടുള്ള ഒരു പഠനവും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു 6 മണിക്കൂർ മറ്റുള്ള എല്ലാ ഡിസ്റ്റർബൻസും ഒന്ന് മാറ്റി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അത് 16 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു 8 മണിക്കൂർ ക്വാളിറ്റി ടൈം കണ്ടെത്തുക, 8 മണിക്കൂർ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള പഠനം, ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള പഠനം. ഓക്കെ, എന്നാൽ അതേ സ്ഥാനത്ത് 6 മണിക്കൂറാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ, ഡെയിലി പഠിക്കുന്നതെങ്കിൽ 4 മണിക്കൂർ ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക. ഓക്കെ, 2 മണിക്കൂർ റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലൊക്കെ പഠനം കണ്ടെത്താൻ പറ്റുന്നതാണ്. മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പല ആളുകളും സിവിൽ സർവീസ് കിട്ടാത്തതിൻ്റെ കാര്യം, ചിലപ്പോൾ നമ്മൾ ഇന്ന് മോട്ടിവേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്നാണ് നമ്മൾ സിവിൽ സർവീസിലേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ അന്നൊരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ട് അന്നൊരു 10 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ അന്നൊരു 16 മണിക്കൂർ പഠിക്കും. ഓക്കെ, പക്ഷേ ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നമ്മൾ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എത്ര സമയം ഒരു ദിവസം പഠിക്കുന്നു അതെല്ലാ ദിവസവും സിവിൽ സർവീസ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ചില ദിവസങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടോ ചില മൂഡ് ഓഫ് കൊണ്ടോ അല്ല മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാതിരുന്നിരിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നേരെ മറിച്ച് മറ്റുള്ള ദിവസങ്ങൾ, അല്ലാത്ത ഒരു ആവറേജ് ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു എത്ര സമയമാണ് നിങ്ങൾ പഠിക്കുന്നത് അത് നിലനിർത്താൻ സാധിക്കണം എന്നുള്ളതാണ് സ്ഥിരമായിട്ട്. അത് നിർബന്ധമാണ് സിവിൽ സർവീസിൽ. അല്ല ഒരു ദിവസം 2 മണിക്കൂർ, അടുത്ത ദിവസം 16 മണിക്കൂർ, പിറ്റേ ദിവസം തീരെ പഠിക്കാതിരിക്കുക. ആ ഒരു എന്ത് ചെയ്ത് നമ്മളെ ഒരു പഠനത്തിൽ ഇൻകൺസിസ്റ്റൻറ്റി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. അങ്ങനെ നിങ്ങൾക്ക് നേടുന്നത് വരെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് പ്ലാനിങ് തയ്യാറാക്കുക, രണ്ടാമതായിട്ട് ഒരു ക്വാളിറ്റി ടൈം എപ്പോഴും നമ്മളെ പ്ലാനിങ്ങിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, മൂന്നാമതായിട്ട് കൺസിസ്റ്റൻസി. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടാണ് നിങ്ങൾ എത്ര സമയം പഠിക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അത്തരത്തിൽ സിവിൽ സർവീസ് എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.